ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് റോൾ ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു അല്ലേ. റോൾ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജിയിലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ ½ω² എന്നാണ്. ഇനി ഇവിടെ നമ്മളെടുക്കുക, റോൾ ചെയ്ത് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊസിഷൻ മാറുന്നതിനൊരു ലീനിയർ വെലോസിറ്റി ഉണ്ട്. ഒപ്പം തന്നെ ഒബ്ജക്റ്റ് അതിൻ്റെ ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വെഹിക്കിളിൻ്റെ വീൽസിൻ്റെ ഒക്കെ മോഷൻ പോലെ വെഹിക്കിളിൻ്റെ വീൽസ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഒപ്പം തന്നെ അത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള മോഷനുണ്ട്, റൊട്ടേഷണൽ മോഷനും ഉണ്ട്, ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, അതിനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോവുക. ഇപ്പോൾ ജനറലായിട്ട് ഏതെങ്കിലും ഷേപ്പിലുള്ള മാസുള്ള ഒരു ഒബ്ജക്റ്റ് വെലോസിറ്റിയോടുകൂടി ആംഗുലർ സ്പീഡോടുകൂടി റൊട്ടേറ്റ് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി കാണാൻ നമ്മൾ രണ്ട് തരത്തിലുള്ള കൈനറ്റിക് എനർജികളുടെയും സം എടുത്താൽ മതി. അതായത് ഒബ്ജക്റ്റിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്, ലീനിയർ വെലോസിറ്റി ഉണ്ട്, അതിൻ്റെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടാൻ. ഇപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ മാസുള്ള ഒബ്ജക്റ്റ് വെലോസിറ്റിയോടെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ½ ആണ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½I⍵² എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ½ mv² പ്ലസ് ½ I⍵². ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇനി നമുക്ക് ഈ I എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ നിങ്ങൾക്കറിയാം, ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനനുസരിച്ചും അതുപോലെ അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറുന്നതനുസരിച്ചും ചേഞ്ച് ചെയ്യുന്നതാണ്. ഐ ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ് ഫോർ ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ് ആൻഡ് ഫോർ ഡിഫറെൻറ്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഓരോ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ഏത് ആക്സിസിനെ ആസ്പദമാക്കിയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ സമയത്ത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണം ഓരോ ഒബ്ജക്റ്റിൻ്റെയും ടോട്ടൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ സ്പീഡാണ്. ആംഗുലർ സ്പീഡ് തന്നിട്ടില്ലെങ്കിൽ ഒമേഗയും ലീനിയർ വെലോസിറ്റി വിയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം. v=r⍵, അല്ലെങ്കിൽ ω=v/r. ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒമേഗയുടെ വാല്യൂ കൊടുത്ത് നമുക്ക് ഈ ടോട്ടൽ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ജനറലായിട്ട് ഏതെങ്കിലും ഷേപ്പിലുള്ള ഓബ്ജക്ട്സിൻ്റെ ഏത് ഷേപ്പായാലും ഒബ്ജക്ട്സിൻ്റെ ജനറൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ ഐക്ക് പകരം നമുക്ക് mk² എന്ന് കൊടുക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. കെയ്ക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ടേംസിൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ mk² എന്ന് എഴുതുകയാണെങ്കിൽ, അതുപോലെ ഒമേഗയ്ക്ക് പകരം v/r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഐക്ക് പകരം നമ്മൾ mk²ഉം വിക്ക് പകരം r⍵, അതുകൊണ്ട് ഒമേഗയ്ക്ക് പകരം v/r കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഇനി ഇക്വേഷൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും: ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½mv² പ്ലസ് ½ mk² v²/r². ഇതിൽ ½ mv² എന്നൊരു ടേം ഇവിടെയുണ്ട്, അത് കോമൺ ആണ്. കോമൺ ടേം നമുക്കൊന്ന് പുറത്തെടുക്കാം. സോ വിൽ ഗെറ്റ് ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½mv² ഇൻറ്റു 1 + k²/r². ഇവിടെ ബാക്കിയുള്ളത് 1, ഇവിടെ ബാക്കിയുള്ളത് k²/r². അപ്പോൾ ഇങ്ങനെയും ഒരു ഇക്വേഷൻ നമുക്ക് ടോട്ടൽ കൈനറ്റിക് എനർജിക്ക് വേണ്ടി എഴുതാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി റോളിംഗ് ഓവർ എ സർഫസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അപ്പോൾ ഇത് ഇൻക്ലൈൻഡ് സർഫസ് ആണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇൻക്ലൈൻഡ് സർഫസ് അല്ല, സ്ട്രെയിറ്റ് ആയ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസിൽ കൂടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴും ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇത് തന്നെ ആയിരിക്കും.
അടുത്തതായിട്ട് നമുക്ക് പല ഷേപ്പിലുള്ള ഓബ്ജക്ട്സിൻ്റെ കേസിൽ ഈ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ് എന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കുമോ, അതാണ് ചെയ്യാൻ പോവുക. അപ്പോൾ ആദ്യത്തേത് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ ഡിസ്ക് റോളിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അതായത് ഒരു ഡിസ്ക് അതിൻ്റെ സെൻട്രൽ കൂടി പോകുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലറായ ആക്സിസിനെ ആസ്പദമാക്കിയിട്ട് റോൾ ചെയ്ത് പോരുമ്പോൾ അതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്തായിരിക്കും, അതിനുള്ള ഇക്വേഷൻ എഴുതണം. ഇപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. ഇപ്പോൾ എം മാസുള്ള ഒരു ഡിസ്ക്കാണ്, അതിൻ്റെ വെലോസിറ്റി വി ആണെങ്കിൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് mv² പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് I ω². ഇതാണ് ടോട്ടൽ കൈനറ്റിക് എനർജിക്കുള്ള ജനറൽ ഇക്വേഷൻ. ഇനി ഡിസ്കിൻ്റെ കേസിൽ നമുക്ക് സ്പെഷ്യൽ ഇക്വേഷൻ കിട്ടാൻ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ കൊടുക്കുമ്പം നമ്മളെപ്പോഴും ഏത് ആക്സിസിനെ ആസ്പദമാക്കിയെന്ന് കൂടി നോക്കിയിട്ട് വേണം ആ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എഴുതാനായിട്ട്. അപ്പോൾ ഡിസ്കിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഡിസ്ക് റോളിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ആ ഇക്വേഷൻ എന്താ, I = mr²/2 എന്നാണ്. അതുപോലെ നമുക്കറിയാം ഒമേഗയ്ക്ക് പകരം v/r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ ഐക്ക് പകരം mr²/2 എന്നും ഒമേഗയ്ക്ക് പകരം v/r എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ഹാഫ് mv² പ്ലസ് ഹാഫ് ഇൻറ്റു ഐക്ക് പകരം mr²/2 ഇൻറ്റു v/r² അല്ലെങ്കിൽ v²/r² എന്ന് കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഹാഫ് mv² ഇവിടെ നിന്ന് ഒരെണ്ണം പുറത്തെടുക്കാം, അതുപോലെ ഇവിടെയും ഹാഫ് mv² പുറത്തെടുക്കുക. ബാക്കി എന്താ ഉള്ളത്, ഇവിടെ r² ക്യാൻസൽ ചെയ്ത് ഇവിടെ പോകും. അപ്പോൾ r² ക്യാൻസൽ ചെയ്തു, ഹാഫ് mv² പുറത്തും എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊരു 1/2 ആണ്. ഡിനോമിനേറ്ററിൽ 2 ഉള്ളൂ, അത് നമുക്ക് 1/2 എന്ന് എഴുതാം. അപ്പം 1 + 1/2 എന്ന് വരും. 1 + 1/2 LCM എടുത്ത് ആഡ് ചെയ്യുമ്പം 3/2 എന്ന് വരും. സോ ദ ഇക്വേഷൻ ഫോർ ടോട്ടൽ കൈനറ്റിക് എനർജി ബിക്കംസ് ഹാഫ് mv² ഇൻറ്റു 3/2 ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3/4 mv². ഇതാണ് ഒരു ഡിസ്ക് അതിൻ്റെ സെൻട്രൽ കൂടി പോകുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലറായ ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ടോട്ടൽ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ 3/4 mv². ഇതുപോലെ നമുക്ക് ഡിസ്ക് അതിൻ്റെ ഡയമീറ്ററിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അന്നേരം ഡയമീറ്ററിനെ ആസ്പദമാക്കിയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അത് mr²/4 എന്നാവും. അപ്പോൾ അതനുസരിച്ച് ഇക്വേഷനിൽ മാറ്റം വരും. അങ്ങനെ ഓരോ ഷേപ്പിലുള്ള ഓബ്ജക്ട്സിൻ്റെ കേസിൽ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ റിങ് റോളിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ എന്നാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെ റോൾ ചെയ്യുന്നത് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഡിസ്ക് അല്ല റിങ്ങിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷനാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി എന്ന് പറയുന്നവർക്ക് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv² പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് I ω². ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഐയുടെ വാല്യൂ ഏത് ഒബ്ജക്റ്റ് ആണോ അതിൻ്റെ ആക്സിസ് ഏതാണ് അത് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് റിംഗ് ആണ്. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഇപ്പോൾ ഐയുടെ ഇക്വേഷൻ എന്താ, റിങ്ങിൻ്റെ കേസിൽ I = mr² എന്നാണ് ഇക്വേഷൻ. അതുപോലെ ഒമേഗയ്ക്ക് പകരം നമ്മളെപ്പോഴും v/r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² പ്ലസ് ഹാഫ് ഇൻറ്റു ഐക്ക് പകരം mr² ഇൻറ്റു ω²ന് പകരം v²/r². ഇവിടെ നമ്മുടെ r² ക്യാൻസൽ ചെയ്ത് പോകും.
അപ്പോൾ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടെയും ആർ സ്ക്വയർ പോയാൽ എം വി സ്ക്വയർ എന്ന് വരും. ഹാഫ് എം വി സ്ക്വയർ രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്ത ബ്രാക്കറ്റിൽ ഇവിടെ 1 ഇവിടെയും 1 വരുള്ളൂ. 1 + 1 2. 2 ഇൻറ്റു ഹാഫ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ എം വി സ്ക്വയർ എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ജസ്റ്റ് ആഡ് ചെയ്യുമ്പോഴും അറിയാം എം വി സ്ക്വയർ ആണ്. ഫുൾ എം വി സ്ക്വയർ ആണ് ടോട്ടൽ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ റിങ്ങിൻ്റെ കേസിൽ. when the ring is rotating about an axis passing through the center and perpendicular to the plane. ഇതാണ് ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഇതുപോലെ ഏത് ഷേപ്പുള്ള ഒബ്ജക്റ്റിൻ്റെ കേസിലും നമുക്ക് ടോട്ടൽ കൈനറ്റിക് എനർജി കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ സോളിഡ് സ്ഫിയർ റോളിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. എപ്പോഴും ടോട്ടൽ കൈനറ്റിക് എനർജി നമുക്കറിയാം ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി സെയിം ഇക്വേഷനാണ് എപ്പോഴും. ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇനിയാണ് നമ്മളിവിടെ ഐക്ക് പകരം ഏത് ഷേപ്പാണ് ഒബ്ജക്റ്റിൻ്റെ ഷേപ്പും അതിൻ്റെ ആക്സിസും നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ സോളിഡ് സ്ഫിയർ റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ എന്നാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എന്താ? സോളിഡ് സ്ഫിയറിന് 2/5 mr². അതുപോലെ ഒമേഗയ്ക്ക് പകരം v/r എന്ന് കൊടുക്കണം. എന്നിട്ട് അത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ഐക്ക് പകരം 2/5 mr² ഇൻറ്റു ഒമേഗ സ്ക്വയറിന് പകരം v²/r². ഇവിടെ നമുക്കറിയാം r² ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 2/5 mv² എന്നാണ് വരുന്നത്. ഹാഫ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഹാഫും എം വി സ്ക്വയറും ഇവിടെ ഉണ്ട്. ഹാഫ് എം വി സ്ക്വയർ രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ബാക്കി ഇവിടെ 1 വരും. ഇവിടെ ഉള്ളത് 2/5 ആണ് റിമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടും ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 + 2/5. ഇനി LCM എടുക്കുക. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 + 2 7. 7 കോമൺ ഡിനോമിനേറ്റർ 5. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 7/5 എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/10 mv². ഇതാണ് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ സോളിഡ് സ്ഫിയർ റോളിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. അങ്ങനെ ഏത് ഷേപ്പിലുള്ള ഒബ്ജക്റ്റിൻ്റെയും ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ടെക്സ്റ്റിലുള്ളതാണ്. 3 bodies, a ring, a solid cylinder and a solid sphere roll down the same inclined plane. ഒരേ പ്ലെയിനിൽ കൂടി റിങ്, സോളിഡ് സിലിണ്ടർ, സോളിഡ് സ്ഫിയർ റോൾ ചെയ്ത് ഉരുണ്ട് താഴേക്ക് വരുന്നു വിത്തൗട്ട് സ്ലിപ്പിംഗ്. ദേ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. ദ റേഡിയ ഓഫ് ദ ബോഡീസ് ആർ ഐഡൻറ്റിക്കൽ. ഒരേ റേഡിയസ് ഉള്ളവയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ബോഡീസ് റീച്ചസ് ദ ഗ്രൗണ്ട് വിത്ത് മാക്സിമം വെലോസിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. ഗ്രൗണ്ടിൽ എത്തുമ്പോൾ ഇതിലേതിനാണ് മാക്സിമം വെലോസിറ്റി ഉള്ളത്? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൂടി അപ്ലൈ ചെയ്യേണ്ടി വരും. താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ടോപ്പിലിരിക്കുമ്പോൾ ദേ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് റെസ്റ്റിലാണ്. അവിടെ കൈനറ്റിക് എനർജി 0 ആണ്. പക്ഷേ ഈ ഒബ്ജക്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് h മീറ്റർ ഉയരത്തിലായതുകൊണ്ട് ഇതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇനി താഴേക്ക് പോരുമ്പോൾ റോൾ ചെയ്ത് താഴേക്ക് വരികയാണ്. റോൾ ചെയ്ത് വരുന്ന ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതിന് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. അതുകൂടാതെ അത് മൂവ് ചെയ്ത് പൊസിഷൻ മാറി ട്രാൻസ്ലേഷൻ മോഷൻ ഉള്ളതുകൊണ്ട് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ താഴേക്ക് പോരുന്തോറും ഈ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെയും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയുടെയും വാല്യൂ കൂടി വരുന്നു വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച്. ഗ്രൗണ്ടിലെത്തുന്ന ജസ്റ്റ് ആ സമയത്ത് ഇതിൻ്റെ കൈനറ്റിക് എനർജി ഏറ്റവും മാക്സിമം ആയിരിക്കും. പക്ഷെ ഗ്രൗണ്ടിലെത്തുന്ന സമയത്ത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആകും. ഇപ്പോൾ ടോപ്പിലിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. താഴേക്ക് പോരുന്തോറും പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ കുറയുന്നു. അതിനനുസരിച്ച് കൈനറ്റിക് എനർജി വാല്യൂ കൂടി വരുന്നു. ഗ്രൗണ്ടിലെത്തുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നു, പൊട്ടൻഷ്യൽ എനർജി 0 ആവും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും താഴെ എത്തുമ്പോൾ ഉള്ള ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹൈറ്റിലിരിക്കുമ്പോൾ ഈ സർഫസിലിരിക്കുമ്പോഴുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി അറ്റ് ദ ബോട്ടം ഈസ് ഈക്വൽ ടു ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ടോപ്പ്.
ഇനി ടോട്ടൽ കൈനറ്റിക് എനർജി എന്താ? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. സോ യു ക്യാൻ റൈറ്റ് ഹാഫ് mv² പ്ലസ് ഹാഫ് i⍵² ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ടോപ്പ് എന്ന് പറയുന്നത് mgh ആണ്. ഇനി ഓരോ ഷേപ്പിലും ഉള്ള 3 ഒബ്ജക്ട്സാണ് നമുക്ക് തന്നിരിക്കുക. റിങ്, സോളിഡ് സിലിണ്ടർ, സോളിഡ് സ്ഫിയർ. അപ്പോൾ ഈ ഒബ്ജക്ട്സിൻ്റെ കേസിൽ അവയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂവും ഒമേഗയ്ക്ക് പകരം v/r എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം ഓരോ ഒബ്ജക്റ്റിൻ്റെ കേസിലും. ഇപ്പോൾ റിങ്ങിൻ്റെ കേസിൽ റിങ് റോൾ ചെയ്ത് പോരുമ്പോൾ നിങ്ങൾക്കറിയാം റിങ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എന്തായി? ഈക്വൽ ടു mr² എന്നാണ്. അതുപോലെ ഒമേഗയ്ക്ക് പകരം v/r കൊടുക്കാം. ഇപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ നമുക്ക് mv² കിട്ടും. ഇത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ചെയ്തതാണ്, അതുകൊണ്ട് ഞാനിവിടെ പ്രത്യേകം ചെയ്യുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ എഴുതുമ്പം ഈ ഇക്വേഷൻ എഴുതി മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻസ് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ ഇങ്ങനെ ഡിറൈവ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ചെയ്ത അതേ കാര്യം. അങ്ങനെ ടോട്ടൽ കൈനറ്റിക് എനർജി നമുക്ക് mv² കിട്ടും. അപ്പോൾ ഈ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഈ ലെഫ്റ്റ് സൈഡിൽ പോർഷന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? mv² കൊടുക്കാം. അതിനെ റൈറ്റ് സൈഡിലുള്ള mgh ഇക്വേറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇപ്പോൾ m ഇവിടെ ക്യാൻസൽ ചെയ്യും. സോ വിൽ ഗെറ്റ് v² ഈക്വൽ ടു gh ആൻഡ് v ഈക്വൽ ടു √gh. ഇതാണ് റിങ്ങിൻ്റെ താഴെ എത്തുമ്പോഴുള്ള മാക്സിമം അത് അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ. v ഈക്വൽ ടു √g/h. അടുത്തതായിട്ട് നമുക്ക് സോളിഡ് സിലിണ്ടർ ആണ്. സോളിഡ് സിലിണ്ടറിൻ്റെ കേസിലും ഇതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണണം. സിലിണ്ടർ അതിൻ്റെ തന്നെ ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ ഹാഫ് mr² എന്നാണ്. അത് നിങ്ങൾ പഠിക്കണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഒമേഗയ്ക്ക് പകരം v/r എന്ന് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 3/4 mv² എന്ന് കിട്ടും. ഇതും ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മളതിനെ mgh ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി അറ്റ് ദ ബോട്ടം ഇസ് 3/4 mv² is equal to potential energy at the top mgh. ഇനി അത് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ m ക്യാൻസൽ ചെയ്യും. 3/4 v² ഈക്വൽ ടു gh എന്ന് കിട്ടും. v² ഈക്വൽ ടു 4gh/3 എന്ന് കിട്ടും. സോ വി വിൽ ഗെറ്റ് v ഈക്വൽ ടു √4/3gh. അടുത്തത് സോളിഡ് സ്ഫിയർ. സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ 2/5 mr². ടോട്ടൽ കൈനറ്റിക് എനർജി നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ 7/10 mv² എന്നാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്നുകൂടി ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതിനെ നമ്മൾ mgh ഇക്വേറ്റ് ചെയ്യുക. ഇപ്പോൾ v² ഈക്വൽ ടു 10/7 gh എന്ന് കിട്ടും. v ഈക്വൽ ടു √10/7gh. അപ്പോൾ ഈ 10/7 വാല്യൂ 4/3 വാല്യൂ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത് 1 കൂടുതലാണ്. 4/3 വാല്യൂ എടുക്കുമ്പോൾ 1.33 എന്ന് കിട്ടും. 10/7 വാല്യൂ എടുക്കുമ്പോൾ 1.4 സംതിങ് കിട്ടും. ഇവിടെ സോളിഡ് സ്ഫിയറിനാണ് താഴെ എത്തുമ്പോൾ ഏറ്റവും മാക്സിമം വെലോസിറ്റി എന്ന് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ സോളിഡ് സിലിണ്ടറിനാണ്, പിന്നെ റിങ്ങിന്. അപ്പോൾ സോളിഡ് സ്ഫിയർ റീച്ചസ് വിത്ത് മാക്സിമം വെലോസിറ്റി എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ളതാണ്. നിങ്ങൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അതുപോലെ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഓരോ ഷേപ്പിലുള്ള ഒബ്ജക്ട്സിൻ്റെ കേസിൽ ഡെറൈവ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ ഇക്വേഷൻസ് കാണാണ്ട് പഠിക്കുന്നതും നല്ലതാണ്. ഇത് വെച്ച് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. റിങ്ങിൻ്റെയോ ഡിസ്കിൻ്റെയോ ഒക്കെ റോൾ ചെയ്ത് മൂവ് ചെയ്യുമ്പോഴുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ പ്രോബ്ലംസ് ആയിട്ട് വരാം. ടെക്സ്റ്റിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് നോക്കുക. ഏകദേശം നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ടോപ്പിക്സും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതോടെ നമുക്ക് ഈ ക്ലാസ് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക. താങ്ക് യു.